ഇതൊക്കെ ചേർന്നിട്ടാണ്. നിങ്ങൾ കണ്ടുപിടിച്ചോ? ഇതിൽ നിങ്ങളെന്താ ശരിക്ക് ആ പേര് കിട്ടിയിട്ടില്ലെങ്കിൽ വിജേഷ് കൊയിലേക്കൊന്നുമില്ല വരേണ്ടത്. അതെന്താ കണ്ടുപിടിക്കായിരുന്നേ? മനോരമ കണ്ടുപിടിച്ചിട്ടുണ്ട്. മനോരമയാണ് ഈ പേര് കൊടുത്തത്. ഞാൻ തന്നെ കാണുന്നത് ആ പേരിലാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഊഹിച്ചത് ശരിയാണ്. കാരണം അവിടെ പിള്ളമാരില്ലാതെ ഉള്ളത് വ്യക്തമാണ്. അപ്പോ അത് മനോരമ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിൽ. ഇത് രാഷ്ട്രീയമായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിലല്ലേ രാഷ്ട്രീയമായിട്ട് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്? 30 കോടി ഞാൻ 1 കോടിനെ കണ്ടില്ല. അതിനോട് 30 കോടി കൊടുത്തതിനെ പറ്റി ആലോചിക്കും. ശരി, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഇതല്ല ഈ ചോദ്യം പറഞ്ഞല്ലോ. നിങ്ങൾ എത്രയോ കൊല്ലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അപ്പുറത്ത് ഒന്നും പറയാനുണ്ടോ? പുതുതായിട്ട് തോന്നിയ ദിവസം പറയാണ് ഓരോന്നായിട്ട്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാ? ഏതാ ഇത് പത്ര? കൗമുദി. ആ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം. ജാഥാലികളുമാണ് സെക്രട്ടറിയാണ്. അതുകൊണ്ട് പിന്നെന്താ സംശയം? ജാഥ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വീട്ടിൽ സഹിക്കുന്നില്ല. അവർ സഹിക്കാത്ത കാര്യം ഒരു ആലോചന നടത്തിയിട്ടാണ്. അതുകൊണ്ട് അതാണ് പറയാനുള്ളത്. ജാഥയെ തകർക്കാനൊന്നും ഒരാൾക്ക് ശ്രമിക്കാൻ പറ്റില്ല. ജാഥ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആര് തകർക്കാൻ? അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ ജാതി ഭാഗത്ത് നടക്കും. അത് ഞങ്ങൾ കാണുന്നില്ല. അതിന് നെഗറ്റീവ് പോസിറ്റീവ് എടുത്താണ്. പിന്നെ ഇത് സംബന്ധിച്ച് UDF ആണ് പറയേണ്ടത്. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് നേരെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർ പ്രതികരിക്കുക എന്നുള്ളത് ഇപ്പം വന്നല്ലോ. ഇന്ത്യയിൽ തന്നെ വലിയ പ്രശ്നമായിട്ട് വന്ന കാര്യം അവരിതൊന്നും കൊണ്ടില്ല. പറയട്ടെ, പത്രങ്ങളൊക്കെ പ്രശ്നം എഴുതിയിരിക്കും. ക്രിസ്ത്യൻ ജനവിഭാഗത്തിനെതിരെ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന, സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കടന്നാക്രമണത്തെ സംബന്ധിച്ച്. പറഞ്ഞല്ലോ, പറഞ്ഞ മുമ്പേ പറഞ്ഞാണ് അവരോട് ബന്ധപ്പെട്ട ആളോട് ചോദിക്കുന്നതാണ്. അതെ, അത് പിന്നെ അവിടുത്തെ ബ്യൂറോ ചോദിച്ചു. മാതൃഭൂമി കാര്യം ഏതൊരു പ്രൈവറ്റ് സംവിധാനത്തിനോട് പാർട്ടി നിർദ്ദേശിക്കേണ്ടത് കാര്യമുള്ളത്. ജയരാജായാലും ഷെയർ ഒന്നുമില്ല. കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള ഷെയറിനെ സംബന്ധിച്ച് അവരാണ് തീരുമാനിക്കുക. പോരെ? ശരി, ഉറപ്പിച്ചതിൽ തന്നെ പറഞ്ഞാണ് ഭൂപ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. അതൊന്നും പറയാൻ പറ്റില്ല. അത് അവിടെ വരുന്നതിനനുസരിച്ചേ പറയാൻ പറ്റും. അത് ഗവൺമെന്റ് പറയേണ്ടതാണ്. ഞങ്ങൾ നയപരമായ തീരുമാനം എടുത്ത് പരിഹരിച്ചത് പാർട്ടി വ്യക്തമായി തീരുമാനിച്ചു. അത് പരിഹരിക്കും. പിന്നെ നിങ്ങൾ രണ്ടാളും വാർത്ത ഏതൊക്കെ പത്രം വാർത്തകൾ ജാഥ അവസാനിക്കുമ്പോഴേക്കും അവിടെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നു. അങ്ങനെ സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ലല്ലോ. പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പരിഹരിക്കും. അങ്ങനെയൊന്നും സംസാരിക്കില്ല. അല്ല, പട്ടയപ്രശ്നം അങ്ങനെ തീരുവോ? ആരും പറയാൻ പറ്റും. ജാഥ എന്ന് പറയുന്നത് ഈ പ്രശ്നം അവതരിപ്പിക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞത്. അത് പക്ഷെ നിങ്ങൾ ചെറിയ ആളുകൾക്ക് അത് ആദ്യം മനസ്സിലായില്ല. ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ പരിഹരിക്കുന്ന തന്നെയാണ്. അതിന് പിന്നോട്ടേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ജാഥ തീരുമ്പോഴേക്കും കഴിയുമെന്ന് പറഞ്ഞതൊക്കെ മാത്രമേ ഞാൻ മാറ്റി. അത് ശരിയല്ല. അത് ഗവൺമെന്റ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇവിടുന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല. അതെ, അതൊക്കെ പരിഹരിച്ചു പോകുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. വളരെ പോസിറ്റീവായി. അവരൊക്കെ വലിയ ആവേശത്തിലാണ്. രാവിലെ 8:30 മണിക്ക് തന്നെ ഈ നെടുങ്കണ്ടത്ത് പോലും ആളുകൾ നല്ലപോലെ സാമൂഹിക ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ എത്തിച്ചേർന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആവേശം നൽകുന്ന ഒന്ന് തന്നെയാണ്. ജില്ലകളിൽ എല്ലാ മേഖലയിൽ നിന്നും വന്നു. തൊടുപുഴ ഉൾപ്പെടെ വന്നു. എല്ലായിടത്തും വന്നു. പിന്നെ അവസാനിപ്പിക്കാം. അങ്ങയുടെ ജാഥ ഈ ജില്ലയിൽ പ്രവേശിച്ച് നെടുങ്കണ്ടം സമാപിക്കുമ്പോൾ നെടുങ്കണ്ടം ഏരിയ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിവാദം ഉണ്ടായിരുന്നു. ഓഫീസ് സെക്രട്ടറി നിങ്ങളുടെ രക്തസാക്ഷി അനീഷ് ആന്റണിയെ കൊലക്കേസിൽ CPM-നെ പ്രതികൂട്ടിലാക്കി പോസ്റ്റ് ഇട്ടു. അതിനൊരു പാർട്ടിയുടെ നിലപാടുണ്ടോ? അതിന് ഓക്കെ നിലപാടാണ്. ഏതെങ്കിലും ആരെങ്കിലും ഒരാൾ പറയുന്നതിനനുസരിച്ചാണോ പാർട്ടി നിലപാട് സ്വീകരിക്കുന്നത്? പാർട്ടി കേഡർമാരെ കൊലപ്പെടുത്തിയിട്ടുള്ള കേസിലെ പ്രതികളെ കൃത്യമായിട്ട് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തി ശിക്ഷിക്കണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അതിന് ഒരു സംശയമില്ല. അതാ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം. ആരോപണത്തിന് മറുപടി അല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഞങ്ങളെ സഖാവിനെ കൊന്നിട്ടുള്ള പ്രതികൾ ആരൊക്കെയാണോ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്.
അതിന് ഓഫീസ് കെട്ടിയാലുണ്ട്. ഓഫീസിൽ കെട്ടിക്ക് എന്താ ഓഫീസിൽ കെട്ടല്ലോ. അല്ല, അന്ന് തന്നെ എന്ത് ഓഫീസിൽ കെട്ടി? ഓഫീസിൽ അല്ല. മരണപ്പെട്ടതെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. അത് നിങ്ങൾ ഉണ്ടാക്കിയ റിപ്പോർട്ടല്ലേ കോൺഗ്രസിന് വേണ്ടി, എന്നല്ലെങ്കിൽ പ്രതികൾക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, കാരണം നിങ്ങളാണല്ലോ കവചം തീർക്കുന്ന ആളുകൾ, അതിന്റെ ഭാഗമായിട്ട് സുധാകരൻ പറഞ്ഞതല്ലേ പറഞ്ഞത് നിങ്ങളുടെ സഹായം പോരാന്ന് പറഞ്ഞു. പോരാ, നിങ്ങൾ അയാളെ സഹായിക്കുന്നില്ല എന്നുള്ള പരാതി ഇന്നലെ ഉന്നയിച്ചു സുധാകരൻ. എന്തൊരു കഷ്ടമാണ് ഈ സമരം. ഇത്ര വലിയ സമരം നടത്തിയിട്ടും ആ സമരത്തിലൊന്നും നിങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല. അവിടെ ഞങ്ങളിത് ഉപേക്ഷിക്കുകയാണ്, നിങ്ങളെന്തെങ്കിലും ചെയ്യണമെന്ന് പത്രക്കാരോട് പറഞ്ഞതുകൊണ്ട് രക്തസാക്ഷി. ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞല്ലോ എന്ന് വെറുതെ ആവശ്യമില്ലാണ്ട് ചോദിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ ഉത്തരം എന്താ? രക്തസാക്ഷി സഖാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ ആരാണോ അത് നിയമത്തിന്റെ മുമ്പിൽ കൃത്യമായിട്ട് കൈകാര്യപ്പെടണം എന്നാണ് പാർട്ടി വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതിനകത്ത് വേറെ ആരെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതുകൊണ്ട് അതങ്ങനെ മാറുമോ? വിജേഷ് പിള്ളയെ അറിയില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. സ്വപ്നയുടെ ആരോപണം മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നും അദ്ദേഹം ഇടുക്കിയിൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു.